നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ട്വൻ്റി ക്രിക്കറ്റ് ടീമിൻ്റെ നായകൻ എന്ന നിലയിൽ തൻ്റെ ആദ്യ വിജയത്തിനു വേണ്ടി ശ്രേയസ് അയ്യർക്ക് ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും എന്ന അവസ്ഥയാണിപ്പോൾ. അയർലൻഡിലും ഇംഗ്ലണ്ടിലുമായി ആകെ 7 മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടും ഒരൊറ്റ കളിയിൽ പോലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ IPL വിന്നിംഗ് ക്യാപ്റ്റന് സാധിച്ചില്ല. ആദ്യം കുഞ്ഞന്മാരായ അയർലൻഡും തൊട്ടുപിന്നാലെ കരുത്തരായ ഇംഗ്ലണ്ടും ഇന്ത്യൻ ടീമിനെ പൂർണ്ണമായി തൂത്തുവാരി നാണം കെടുത്തുകയായിരുന്നു. ഈ നാണംകെട്ട പരാജയ പരമ്പരയ്ക്കുടനീളം ടീം സെലക്ഷനിൽ വലിയ മണ്ടത്തരങ്ങളാണ് ഇന്ത്യൻ മാനേജ്മെന്റ് കാണിച്ചത്. അതിൽ ഏറ്റവും വലിയ തെറ്റ് ലോകകപ്പ് ഹീറോയും മലയാളികളുടെ സ്വന്തം സൂപ്പർ താരവുമായ സഞ്ജു സാംസനെ മുഴുവൻ മത്സരങ്ങളിലും കളിപ്പിക്കാതെ പുറത്തിരുത്തി എന്നതാണ്. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യത്തെ മത്സരത്തിലും അവസാനത്തെ മത്സരത്തിലും മാത്രമാണ് സഞ്ജുവിന് അവസരം നൽകിയത്. മഴ കാരണം ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആദ്യ മത്സരത്തിൽ 1 റൺസിന് പുറത്തായ സഞ്ജു തിരിച്ചുവരവ് നടത്തിയ അവസാന പോരാട്ടത്തിൽ 14 പന്ത് 26 റൺസുമായി മിന്നുന്ന പ്രകടനവും നടത്തി. എന്നാൽ സഞ്ജുവിനെ ഒഴിവാക്കി ശേഷിച്ച 3 മത്സരങ്ങളിലും കൗമാരതാരം വൈഭവ് സൂര്യവംശിയെ പരീക്ഷിച്ച ഇന്ത്യയുടെ തീരുമാനം കനത്ത പരാജയമായി മാറുകയായിരുന്നു. ഒരു മത്സരത്തിൽ പോലും 15+ റൺസ് തികയ്ക്കാൻ വൈഭവിന് കഴിഞ്ഞതുമില്ല. ഇപ്പോഴിതാ അവസാന മത്സരത്തിന് വൈഭവ് സൂര്യവംശിയെ പെട്ടെന്ന് ഒഴിവാക്കി എന്തുകൊണ്ട് സഞ്ജു സാംസനെ തിരികെ പ്ലെയിൻ 11ലേക്ക് വിളിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. ഇന്ത്യൻ പ്ലെയിൻ 11-ൽ നിന്നും സഞ്ജു സാംസനെ തുടർച്ചയായി മാറ്റി നിർത്തിയതിനെതിരെ ക്രിക്കറ്റ് ലോകത്ത് വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നത്. മുൻ ഇന്ത്യൻ താരങ്ങളും നിരീക്ഷകരും ആരാധകരുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ടീം മാനേജ്മെന്റിന്റെ ഈ വിചിത്രമായ തീരുമാനത്തെ ചോദ്യം ചെയ്തു. ഇതുമാത്രമല്ല, മത്സരം നടന്ന സ്റ്റേഡിയങ്ങളിൽ പോലും ഗ്യാലറി നിറഞ്ഞുകൂടിയ ആരാധകർ "വി വൺ സഞ്ജു" എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചതും വലിയ വാർത്തയായിരുന്നു. ഈ രീതിയിൽ ആരാധകർ പരസ്യമായി സഞ്ജുവിനു വേണ്ടി രംഗത്തിറങ്ങിയതും സമ്മർദ്ദം ചെലുത്തിയതുമാണോ അവസാന കളിയിൽ താരത്തെ തിരിച്ചു വിളിക്കാൻ കാരണമായതെന്ന സംശയങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് കൗമാരതാരം വൈഭവിന് പകരം മലയാളി താരത്തെ വീണ്ടും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നതിന്റെ സാങ്കേതികമായ കാരണം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വ്യക്തമാക്കിയത്. ശ്രേയസ് അയ്യർ നൽകിയ വിശദീകരണം ഇങ്ങനെ: അവസാന മത്സരത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ സഞ്ജുവിന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ശ്രേയസ് അയ്യർ പറഞ്ഞ വാക്കുകൾ താഴെ നൽകുന്നു. ഈ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ടീമിന് ഏറ്റവും അനുയോജ്യമായ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കൂടാതെ ഇടംകൈയും ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ ഒരു വലംകൈയും ബാറ്റർ കൂടി ജോഡിയായി വേണമായിരുന്നു. ഇതാണ് സഞ്ജു സാംസനെ അവസാന മത്സരത്തിൽ കളിപ്പിച്ചതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ക്യാപ്റ്റൻ തുടർന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ബാറ്റിംഗ് ലൈനപ്പ് എടുത്തു പരിശോധിച്ചാൽ മുൻനിരയിലെ ഏക വലംകൈയും ബാറ്റർ ഞാൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ളവരെല്ലാം ഇടംകൈയും ബാറ്റർമാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൂർണമെന്റിൽ വ്യത്യസ്ത കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിൽ സംശയമില്ല. സഞ്ജു ശരിക്കും ഒരു ഗൺ ബാറ്റ്സ്മാനാണ്. മുമ്പ് ഇന്ത്യക്ക് ഒരുപാട് നിർണായക പരമ്പരകളും മത്സരങ്ങളും ഒറ്റയ്ക്ക് ജയിപ്പിച്ചു തന്നിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. ശ്രേയസിന്റെ മറുപടിയിൽ ആരാധകർക്ക് ആശ്ചര്യം. സോഷ്യൽ മീഡിയ കടുത്ത വിമർശനം. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ നിന്നും സഞ്ജു സാംസനെ ആദ്യം ദയനീയമായി മാറ്റി നിർത്തുകയും പരമ്പര കൈവിട്ട ശേഷം ഇപ്പോൾ തിരിച്ചു വിളിക്കുകയും ചെയ്തതിന് പിന്നിലുള്ള ശ്രേയസ് അയ്യരുടെ ഈ വിശദീകരണത്തിൽ ക്രിക്കറ്റ് ആരാധകർ വലിയ ആശ്ചര്യവും വിമർശനവുമാണ് പ്രകടിപ്പിക്കുന്നത്. സഞ്ജു ഉൾപ്പെട്ട വലംകൈയും ഇടംകൈയും കോമ്പിനേഷനാണ് ടീമിന് ഏറ്റവും ശരിയെന്ന ബോധം പരമ്പര 0-4 എന്ന് പൂർണ്ണമായി തോറ്റുകഴിഞ്ഞപ്പോഴാണ് ക്യാപ്റ്റനും കോച്ചിനും ഉണ്ടായതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മുമ്പത്തെ 3 മത്സരങ്ങളിൽ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റായ പ്ലെയിൻ 11 ഇറക്കി കളി തോൽപ്പിച്ചതെന്നും സോഷ്യൽ മീഡിയയിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നു. വൈഭവ് സൂര്യവംശിയെപ്പോലെയുള്ള ഒരു 15 വയസ്സുകാരന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സമ്മർദ്ദമാണ് തുടർച്ചയായി മത്സരങ്ങളിൽ ഓപ്പണറാക്കി നൽകിയതെന്നും അത് ആ കുട്ടിയുടെ കരിയറിനെ പോലും ബാധിക്കുമെന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നു. ഇംഗ്ലണ്ടിനെതിരായ അവസാന മത്സരത്തിൽ 192-ലധികം സ്ട്രൈക്ക് റേറ്റിൽ തകർപ്പൻ പ്രകടനം നടത്തിയിട്ടും സഞ്ജു സാംസനെ ഇനിയും ഉടനെയൊന്നും ഇന്ത്യൻ കുപ്പായത്തിൽ ട്വൻ്റി ഫോർമാറ്റിൽ കാണാൻ സാധിക്കില്ലെന്നതാണ് ഏറ്റവും നിരാശാജനകമായ വസ്തുത. കാരണം ഈ മാസം 23 സിംബാബ്വേയിൽ ആരംഭിക്കാനിരിക്കുന്ന അടുത്ത ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും സഞ്ജു സാംസനെ സെലക്ടർമാർ വീണ്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. വിശ്രമം എന്ന തന്ത്രപരമായ പേര് പറഞ്ഞാണ് ലോകകപ്പ് ഹീറോയെ സിംബാബ്വെ ടൂറിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു താരത്തിന് വിശ്രമമല്ല, പകരം കൂടുതൽ മത്സരങ്ങളാണ് നൽകേണ്ടതെന്ന ദിനേശ് കാർത്തിക്കിന്റെ പ്രസ്താവന ശരിവെക്കുന്നതാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ. സഞ്ജുവിനെ നിരന്തരമായി അവഗണിക്കുന്ന BCCIയുടെ ഈ നിലപാടിനെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ സഞ്ജുവിനെ ഗൺ ബാറ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും പ്രവൃത്തിയിൽ ആ ബഹുമാനം സഞ്ജുവിന് ടീമിൽ ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരീക്ഷണങ്ങളുടെ പേരിൽ മികച്ച കളിക്കാരെ പുറത്തിരുത്തുന്നത് നിർത്താൻ ടീം മാനേജ്മെന്റ് തയ്യാറാകണം. വരാനിരിക്കുന്ന പരമ്പരകളിൽ സഞ്ജുവിനെപ്പോലെയുള്ള ഒരു മാച്ച് വിന്നറെ സ്ഥിരമായി ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോയാൽ മാത്രമേ ഇന്ത്യൻ ടീമിന് ഈ വൻതകർച്ചകളിൽ നിന്നും കരകയറാൻ സാധിക്കുകയുള്ളൂ.
സഞ്ജു സാംസനെ അവസാന മത്സരത്തിൽ മാത്രം കളിപ്പിച്ചതിനെക്കുറിച്ചുള്ള ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഈ പുതിയ വിശദീകരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വരാനിരിക്കുന്ന സിംബാബ്വെ പര്യടനത്തിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയ BCCIയുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും തത്സമയ വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.